ഒരിക്കലും ഗവൺമെന്റ് മാത്രമായിട്ട് നോക്കൂല. ഞാൻ എൻ്റെ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ ഇപ്പം എന്തെങ്കിലും ജീവിച്ചു പോകാൻ കണക്കിനായിട്ട് ഒരു ജോലി, അത് മാത്രമേ ഞാൻ നോക്കുള്ളൂ. ഒരിക്കലും ഗവൺമെന്റിൽ മാത്രമേ ഞാൻ ഒരാളെ മാത്രമേ കല്യാണം കഴിച്ചു പോവൂ എന്നൊന്നും എനിക്ക് അങ്ങനെയൊന്നുമില്ല. രണ്ടുപേർക്കും വേണം, രണ്ടുപേർക്കും വേണം. കാരണം ഇന്നത്തെ കാലത്ത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്ക് ജോലി വേണം. പക്ഷെ അത് ഗവൺമെന്റ് തന്നെ വേണമെന്നൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് ഒന്ന് ജീവിച്ച് പോകണം. ഇപ്പൊ ഈ പറയും പോലെ ഒരു സമയത്ത് കോവിഡൊക്കെ വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അറിയാലോ, പൈസ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ടൈമായിരുന്നു. അപ്പൊ അറ്റ്ലീസ്റ്റ് കഞ്ഞി കുടിച്ച് കിടക്കാനുള്ള പൈസ എങ്കിലും വേണം, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഒരു ഏജ് ആകുമ്പോൾ എനിക്ക് അങ്ങനെ അതിനോട് താല്പര്യമില്ല. മീൻസ് കല്യാണം കഴിക്കണം ഒരു ഏജ് ആകുമ്പോൾ, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓരോരുത്തരുടെ ഒപ്പീനിയൻ അല്ലേ. ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളിൽ പലരും നോ മാരേജ് ആണ് കൂടുതലും പറയുന്നത്. കാര്യം ഇപ്പോൾ നിങ്ങൾ ഇവിടെ ചോദിച്ചതുപോലെ തന്നെ നമുക്ക് ഗവൺമെന്റ് ജോലി ഉള്ളതോ അല്ലെങ്കിൽ കൂലിപ്പണി ആയതുകൊണ്ടോ അത്തരത്തിലുള്ളൊരു വ്യത്യാസത്തിന് പകരം കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അവരുടെ എഡ്യൂക്കേഷൻ നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ബാക്കി കൂടെ എന്തെങ്കിലും ഒരു സെക്യൂർ ജോബിൽ എത്താം എന്നുള്ളതാണ്. കാര്യം ഇപ്പോൾ ഉള്ള മാരേജ് ഇഷ്യൂസും അല്ലെങ്കിൽ മറ്റുള്ള ഇത്തരത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവർ സ്വയം ഇൻഡിപെൻഡന്റ് ആവുക എന്നത് കൊണ്ട് തന്നെ അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് നോ മാരേജ് ആയിട്ടാണ് എനിക്ക് എൻ്റെ കൂട്ടുകാരിൽ പലതും പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ പൊതുവിൽ ഇങ്ങനൊരു ഇതുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ജോലിയാണെങ്കിൽ സെക്യൂർ ആണ്. അതുകൊണ്ട് വീടുകളിൽ, അതായത് കുറച്ച് മിക്കവരുടെയും വീടുകളിലുള്ള ഒരു ഒപ്പീനിയൻ വെച്ച് പറയുമ്പോൾ ഇത്തരത്തിൽ സെക്യൂർ ആയിട്ടുള്ള ഒരു ജോബ് ഉള്ള ഒരാളെ നോക്കണം എന്നുള്ളത് പറയുന്നുണ്ടെങ്കിലും അവര് ഇത്തിരി കൂടെ കൃത്യമായിട്ട് എടുക്കുന്ന തീരുമാനം അത് മാറിയിട്ട് വിവാഹമേ വേണ്ട എന്നുള്ള രീതിയിലാണ് കൂടുതൽ പേര് ഒപ്റ്റ് ചെയ്യുന്നതായിട്ട് ഇപ്പോൾ കേൾക്കുന്നത്. നമുക്കൊരു ജോലി ഉള്ളതാണ് സത്യത്തിൽ നല്ലത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാര്യം നമുക്ക് കിട്ടുന്ന പാർട്ട്ണറിനെ ഡിപ്പെൻഡ് ചെയ്ത്. കാര്യം ഞാൻ ഒരിക്കലും ഒരു മാരേജ് ലൈഫ് എപ്പോഴും 100 എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആയിട്ട് ചിന്തിക്കുന്ന ഒരാളല്ല. ചില സമയത്ത് ഞാൻ 100 ആൾ 0 പോകും, ചിലപ്പോൾ ഞാൻ 0 പോകുമ്പോൾ ആൾ 100 പോകും. അപ്പോൾ ആൾക്ക് ജോലി ഉണ്ടെങ്കിൽ ആളത് എനിക്ക് ഏത് രീതിയിലാണ് ആളുടെ ജോലി അല്ലെങ്കിൽ ഫിനാൻഷ്യലി എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നത് ആ പാർട്ട്ണറിന് കിട്ടുന്നത് പോലെ ഇരിക്കും. അതായത് ഇപ്പോൾ എന്നെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഐ ആം ലക്കി ടു ഹാവ് ഹിം. സോ എനിക്ക് അതൊരു പ്രശ്നമല്ല. പക്ഷെ എല്ലാവർക്കും ആ രീതിയിൽ കിട്ടണമെന്നോ അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ സ്വയം സെക്യൂർ ആവുന്ന ഒരു ജോബിൽ എത്തുക എന്നത് തന്നെയാവും നല്ലത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.